ജന്തർ മന്ദിറിൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇരിക്കപ്രതി ഉണ്ടാകത്തില്ല. കാരണം മുഖ്യനെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ മൂപ്പർക്ക് ഒരു സമാധാനവും കിട്ടില്ലല്ലോ. അതുപോലെ ഉറക്കവും നഷ്ടപ്പെടും. എന്തായാലും മിണ്ടാതിരുന്നില്ല അദ്ദേഹം. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഡൽഹി സമരത്തിന് പിന്തുണയ്ക്കാതിരുന്നതെന്ന് വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സതീശൻ. കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്രമല്ലെന്നാണ് സതീശന്റെ വാദം. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്. കേരളത്തിലെ നികുതി പിരിവ് പരാജയമാണെന്നും സതീശൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ് ഇതെന്നുമാണ് സതീശൻ പറയുന്നത്. സർക്കാരിന് പ്രതിപക്ഷം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് സംസ്ഥാന സർക്കാരാണ്. നിലയില്ല കയത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുകയാണെന്നുമാണ് സതീശൻ പറയുന്നത്. വി മുരളീധരനുമായി രാത്രിയിൽ പിണറായി ചർച്ച നടത്തുന്നു. പിണറായിയും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുതീർപ്പ് ഇടനിലക്കാരൻ മുരളീധരനാണെന്നും സുരേന്ദ്രന്റെ കള്ളപ്പണ കേസ് ഒത്തുതീർപ്പാക്കുന്നത് മുരളീധരനാണെന്നും വി.ഡി. സതീശൻ പറയുന്നു. പക്ഷെ സതീശൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്ന് തോന്നിപ്പോകും. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള അന്തർധാര മറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുഖ്യന്റെ മേലെ പഴിചാരുന്നതെന്ന് തോന്നിപ്പോകും നമ്മൾക്ക്. മാസപ്പടി പരമാവധി ആളിക്കത്തിക്കാൻ സതീശനും കൂട്ടരും നോക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് സതീശന്റെ പിടിവാശി. എന്തിനാണ് 8 മാസം അന്വേഷിക്കുന്നത്? ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയില്ല. എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഒത്തുതീർപ്പാണെന്നും സതീശൻ പറയുന്നു. ഡൽഹി സമരം തട്ടിപ്പാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമമെന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. 7.5 വർഷം കേന്ദ്രത്തിനെതിരെ മിണ്ടിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടുവിറയ്ക്കുന്നു. ധനപ്രതിസന്ധിക്ക് കാരണം അഴിമതിയാണെന്നും കണ്ടിട്ട് സമരമാണോ എന്ന് പോലും സംശയമാണെന്നുമാണ് ചെന്നിത്തല പറയുന്നത്. കർണാടകത്തിന്റെ സമരം വ്യത്യസ്ത സമരമാണ്. 2 സമരവും താരതമ്യം ചെയ്യാനാവില്ലെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ UDF ആണ് മുൻ പന്തിയിൽ നിൽക്കുന്നതെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.